അപ്പം നമ്മൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ വണ്ടി കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ്. വണ്ടി കഴുകിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞു. അതുപോലെ തന്നെ നന്നായിട്ടുള്ള പെരുമഴയും അതുപോലെ തന്നെ നന്നായിട്ടുള്ള ചളിയുണ്ട്. സോ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് പണിയുണ്ട് കഴുകാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ഷാമ്പു എടുത്തിട്ട് നമ്മൾ വലിയ എക്സ്പെൻസീവ് ആയിട്ടല്ല കഴുകുന്നത്, ഭയങ്കര ചീപ്പായിട്ടുള്ള കഴുകലാണ് കഴുകുന്നത്. സോ ഏതെങ്കിലും വണ്ടി കഴുകുന്ന നല്ല ഷാമ്പു ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ പറഞ്ഞു തന്നോ. അതുപോലെ തന്നെ നന്നായിട്ടുള്ള കച്ചറയായിട്ടുണ്ട് അകത്തും പുറത്താണെങ്കിൽ, നിങ്ങളിപ്പോൾ കാണുന്നില്ലേ. അപ്പം നിങ്ങൾ നമ്മളെ പണിയായുധങ്ങളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം പുറത്ത് നല്ല കച്ചറയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പുറത്ത് തന്നെയാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം മാത്രം നമ്മൾ അകത്തേക്ക് കിടക്കുന്നുള്ളൂ. അതുകൊണ്ട് 2 ഷാമ്പു പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഗണ്ണ് വെച്ച് വെള്ളം അടിച്ച് അതിനുശേഷം ഈ പത വെച്ച് അടിച്ച് പിന്നെ അതിനുശേഷം നമ്മളിങ്ങനെ ഉരച്ചിട്ട് 2-3 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ വെക്കണം, എന്നാലേ ആ ചളിയൊക്കെ പോവുള്ളൂ. കണ്ടില്ലേ. അപ്പോൾ നമ്മൾ 2ാമത്തെ ട്രിപ്പാണ് ഈ ഒരു സംഭവം അടിക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല മഴ പെയ്തിട്ട് ഫുൾ ചളി ആയിരുന്നു. കാരണം നമ്മൾ പന്തലിൻ്റെ അടിയിലാണ് വണ്ടി വെക്കൽ. അതുപോലെ തന്നെ മാറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പണി എന്ന് വെച്ചാൽ പുറത്തെ വാഷും ടയർ വാഷിങ് മാത്രമാണ്, അതുപോലെ തന്നെ മാറ്റും. ബാക്കി ഉള്ളിലത്തെ ഹൂവിങ്ങും ഒക്കെ ഇവൻ ചെയ്യും. കാരണം നമ്മളെ കൂട്ടത്തിലൊരു ജിമ്മനുണ്ട്. അപ്പോൾ ആ ജിമ്മൻ്റെ പണിയാണ് ഹൂവിങ്ങും അതുപോലെ തന്നെ ഇൻറ്റീരിയൽ ക്ലീനിങ്ങും വരുന്നത്. പിന്നെ ഇതുപോലെ വെള്ളം അടിച്ചതിന് ശേഷം നിങ്ങളൊരു 3 മിനിറ്റിനുള്ളിൽ തന്നെ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് തുടക്കാൻ വേണ്ടി ശ്രമിക്കണം. പ്രത്യേകിച്ച് ബ്ലാക്ക് കളർ വണ്ടി ആയതുകൊണ്ട് തന്നെ ഹാർഡ് വാട്ടറിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബ്ലാക്ക് കളർ വണ്ടിയുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ കാറ് മാത്രമല്ല കഴുകുന്നത്, നമ്മൾ ആദ്യത്തെ കൺമണിയായിട്ടുള്ള ഫസീനോനെയും കൂടി ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 2ാം ഘട്ട ഫിനിഷിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. ഇത് നമുക്ക് കാറ് വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടിയ പൂവറാണ്. ഈ ഒരു ചെറിയ ഇതിൽ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതിന് 2 മോഡുണ്ട്. ഇപ്പോൾ നമ്മൾ ആ വലിച്ച് കാണിച്ചിട്ട് ആടെയുള്ള ആ പൊടി വലിയ പവറൊന്നുമില്ല, പവർ കുറവാണ്. പക്ഷെ എന്നാലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെയാവില്ല. ബാക്കിൽ ണ്ട് ഇതിൻ്റെ അകത്ത് വ്യത്യാസം ഉണ്ടാവും. കുറച്ചുകൂടി ഇങ്ങനെ തോന്നണം. സാധാരണ നിങ്ങളുടെ വീട്ടിൽ ഞായറാഴ്ച ആയിരിക്കും വണ്ടികളൊക്കെ. നമുക്കങ്ങനെ ഞായറാഴ്ച തിങ്കളാഴ്ച ഒന്നുമില്ല. നമുക്ക് മൂടുള്ളപ്പോൾ നമ്മൾ കവും. പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇറക്കിയതാണ്. ഇൻറ്റീരിയൽ ക്ലീനിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഇറക്കിയൊരു ആളാണ് കേട്ടോ. കാണുന്ന പോലെയല്ല, ഫുള്ള് ജിമ്മനാണ്. മസിൽ ടെസ്റ്റിംഗ് ആണ്. പിന്നെ മസിൽ കൂടുതലായതുകൊണ്ട് നമ്മൾ ഇവനെ മാറ്റും ഇൻറ്റീരിയൽ ക്ലീനിങ്ങിന് നമ്മൾ നിയമിച്ചിട്ടുള്ളത്. തീരാത്ത ദുരിതങ്ങൾ
ഏകദേശം മാറ്റെല്ലാം നമ്മൾ ഉണക്കാട്ടിട്ടുണ്ട്. ഫൈനൽ പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഇനി ജസ്റ്റ് ഒന്ന് തുടക്കുവാണ്ടു, ബാക്കിയെല്ലാം കഴിഞ്ഞു കണ്ടില്ല. പൂറൊക്കെ ചെയ്ത് ഫൈനൽ ലുക്ക് വരുന്നത് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കണ്ടില്ലേ. സ്കൂട്ടിയും ക്ലീൻ ആക്കി, കാറും ക്ലീൻ ചെയ്തു. ഓക്കെ എന്നാലും അപ്പം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇത്രയും വൃത്തികേടായിട്ടുള്ള വണ്ടിയാണ് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു. അകവും പുറമൊക്കെ വൃത്തിയാക്കി നല്ല വെടിപ്പാക്കി ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മഴ പെയ്യുമ്പോഴത്തേക്ക് ആദ്യം പണ്ടത്തെ അവസ്ഥയിലേക്ക് തന്നെ മാറും. പക്ഷേ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അങ്ങനെ പെയ്യുമ്പോൾ നമ്മൾ ആദ്യം കഴുകിക്കൊണ്ട് വെക്കുക. കാരണം നമ്മൾ കൂടുതലായിട്ട് ഡിലേ ആക്കി കഴിഞ്ഞാൽ വണ്ടീൻ്റെ മേലെ തന്നെ ഈ ഒരു കച്ചറ പറ്റിക്കിടക്കാനുള്ള കാരണമാവും. സോ പെട്ടെന്ന് നന്നായിട്ട് ചളി വരങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിക്കിൽ കാർ വാഷ് കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കഴുകുക. ഇതുപോലെ കഴുകി വൃത്തിയാക്കുക. കണ്ടില്ലേ, ഇപ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. എന്തായാലും നമ്മൾ സ്കൂട്ടി ഏകദേശം കഴുകിയിട്ടുണ്ട്. ഇനി ഇൻസൈഡ് ജസ്റ്റ് ഒന്ന് കഴുകണം. അതുപോലെ തന്നെ കാറ് ഫ്രണ്ടും അതുപോലെ തന്നെ ബോഡി ഫുള്ള് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഉണ്ടല്ലേ, ഫുൾ വാഷ് കഴിഞ്ഞു കാറിൻ്റെ. ഇനി ഇൻസൈഡിൽ വാഷ് ചെയ്യാനുണ്ട്. കണ്ട മാറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ ഹൂബറും കൊണ്ട് വരും ഇപ്പം. സോ എന്തായാലും സമയവും ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വണ്ടി കാണാൻ പറ്റുന്നേ ഉള്ളൂ. നിങ്ങളിപ്പോൾ കണ്ടില്ലേ. സോ അത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഓക്കെ എന്നാൽ